Today I am here to present the topic about regular expression. What is an irregular expression? Regular expressions are used to represent certain language in an algebraic fashion. It is used to describe the language accepted by finite automata. Such languages are called regular languages. Means the regular expression is used to represent certain languages in an algebraic fashion. ആൽജിബ്രിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ജനറൽ ഫോർമാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ്. ലാംഗ്വേജസിനെ ഒരു ജനറൽ ഫോർമാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 0 0 0 0 0 0 0 ഇവിടെ നിന്ന് പറയുന്നത് സീറോയുടെ സ്ട്രിങ്സ് അല്ലേ, എപ്സിലോൺ. ഇപ്പോൾ ഇതിനെ നമുക്ക് ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ജനറലായിട്ട് 0 സ്റ്റാർ എന്ന് എടുത്താൽ പോരെ, അതാണ് ക്ലീൻ ക്ലോഷർ എന്ന് പറയുന്നത്. 0 സ്റ്റാർ എന്ന് പറയുമ്പോൾ ക്ലീൻ ക്ലോഷർ. അപ്പം നമുക്കിതിനെ ജനറലായിട്ട് എഴുതുന്നതിനാണ്, ലാംഗ്വേജസിനെ ജനറലായിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലാംഗ്വേജസിനെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജസിനെയാണ് റെഗുലർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ എക്സ്പ്രഷന് ഫോളോയിങ് റൂൾസ് ഉണ്ട്. ആദ്യത്തെ റൂൾസ് എന്ന് പറയുന്നത് എനി ഇൻപുട്ട് സിമ്പൽ എ എലമെന്റ് ഓഫ് സിഗ്മ ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ, എപ്സിലോൺ ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ ആൻഡ് ഫൈ ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ. അപ്പം ഏതെങ്കിലും ഒരു ഇൻപുട്ട് സിമ്പലായ എ എന്ന് പറയുന്നത് എപ്സിലോണിനകത്ത് ബിലോങ്സ് ആണെങ്കിൽ, അതെന്ന് പറയുന്ന ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണെങ്കിൽ എപ്സിലോണും അതിൻ്റെ ഒരു റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും, ഫൈയും അതിൻ്റെ ഒരു റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. അടുത്ത രണ്ട് union of two regular expression r1 and r2 is a regular expression and it is written as r1 plus r2 or r1 or r2. അപ്പോൾ രണ്ട് റെഗുലർ എക്സ്പ്രഷൻ ആണ് r1ഉം r2ഉം. ഇതിൻ്റെ രണ്ടിനെ യൂണിയൻ എന്ന് പറയുന്നത് r1 plus r2 എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. Then next point is concatenation of two regular expressions r1 and r2 is a regular expression and it is written as r1 r2 or simply r1 r2 dot. അപ്പം കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് r1 and r2. It is denoted by r1 r2 or r1 dot r2. Then clean closure or iteration of a regular expression r1 is again a regular expression re. It is written as r1 star. It means 0 or more occurrence of r1. Clean closure എന്ന് പറയുമ്പം 0 or more occurrence of any input symbols. ഇപ്പോൾ എ സ്റ്റാർ എന്ന് പറയുമ്പം 0 or more occurrence of A. So R1 is a regular expression and the 0 or more occurrence of R1 is represented by R1 star. If R is a regular expression, then R function of R is again a regular expression. Then expression obtained by recursively by the application of rule 1 to 5 once over a several times give regular expression. 1 to 5 ഏതെങ്കിലും ഒരു റൂൾസിൻ്റെ എക്സ്പ്രഷൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ യൂണിയൻ പ്ലസ് കോൺകാറ്റനേഷൻ ആണെങ്കിൽ അതും ഒരു റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു റെഗുലർ എക്സ്പ്രഷൻ രണ്ട് യൂണിയൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതും റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. രണ്ടും കോൺകാറ്റനേറ്റ് ചെയ്യുന്നതും റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. ഇനി കോൺകാറ്റനേഷൻ പ്ലസ് ക്ലീൻ ക്ലോഷറും ഒരു റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. പിന്നെ ഫങ്ഷൻസ് ഒരു റെഗുലർ എക്സ്പ്രഷൻ ആയിരിക്കും. അതാണ് regular expression എന്ന് പറയുന്നത്. Regular expression is used to represent certain languages in an algebraic fashion. Then next, conversion of language to regular expression. First problem എന്ന് പറയുന്നത് L is equal to epsilon 1 1 1 1 1 1 1. ഇതെന്ന് പറയുന്നത് ആദ്യമേ 0 or occurrence of 1, that is 1 star. Then string with a substring 0 1 0. എന്ന് വെച്ചാൽ ഏതൊരു സ്ട്രിങ് എടുത്താലും അതിനകത്ത് 0 1 0 വന്നിരിക്കണം. അപ്പോൾ ഏതൊരു സ്ട്രിങ് എടുത്താലും 0 1 0 എന്നിരിക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ സ്ട്രിങ് എന്ന് പറയുന്നത് 0 1 0യാണ്. അപ്പോൾ അതിന് മുന്നേയും എന്ത് വേണമെങ്കിലും ആകാം, അതിന് ശേഷവും എന്ത് വേണമെങ്കിലും ആകാം. അപ്പം നമുക്ക് 0യുടെയും 1ൻ്റെയും സ്ട്രിങ്സ് ആകാം. അപ്പോൾ 0 പ്ലസ് 1 സ്റ്റാർ, അത് കഴിഞ്ഞിട്ടും 0 പ്ലസ് 1 സ്റ്റാർ എന്ന് വെച്ചാൽ 0 1 0 വന്നിരിക്കണം എന്നേ ഉള്ളൂ. അതിന് മുൻപും അതിന് ശേഷവും എന്ത് വേണമെങ്കിലും ആകാം. 0 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം, 1 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം. ഇപ്പം 0 1 ആകാം,
101 ആകാം, 1101 ആകാം, ഇനി ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഇത് കഴിഞ്ഞിട്ടും 101 ആകാം, 01 ആകാം, 00 ആകാം, അങ്ങനെ 11 ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അതുകൊണ്ടാണ് 0+1 എന്ന് കൊടുത്തേക്കുന്നത്. അടുത്ത string in which the third letter from end is to sigma is equal to 0, 1, 2. ഇപ്പൊ തേർഡ് ലെറ്റർ എൻഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് സിഗ്മ തന്നിട്ടുണ്ട് 0, 1, 2. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നേ, നമുക്ക് തന്നിട്ടുണ്ട് സിഗ്മ എന്ന് പറയുന്നത് 2 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡ് ലെറ്റർ എന്ന് പറയുന്നത് തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം, അതിനുശേഷവും എന്ത് വേണമെങ്കിലും ആകാം. അതാണ് 0+1+2 എന്ന് ഇട്ടേക്കുന്നത്. എന്നുവെച്ചാൽ സിഗ്മ എന്ന് പറയുന്നത് 0, 1, 2 ആയതുകൊണ്ടാണ് നമ്മൾ 0+1+2 എന്ന് ഇട്ടേക്കുന്നത്. ഇതിന് മുമ്പ് നമുക്ക് എന്തോ വേണമെങ്കിൽ 0 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം, 1 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം, 2 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം. അടുത്ത നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ് എൻഡിങ് വിത്ത് 0, 0. എന്ന് വെച്ചാൽ 0യും 1സും ഉള്ള സ്ട്രിങ് ആയിരിക്കണം, പക്ഷേ 0, 0 വെച്ചിട്ട് എൻഡ് ചെയ്യണം. അപ്പോൾ ഏറ്റവും അവസാനം 0, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് നമുക്ക് 0 വെച്ചിട്ടുള്ള സ്ട്രിങ്ങും ആകാം, 1 വെച്ചിട്ടുള്ള സ്ട്രിങ്ങും ആകാം. അത് റെപ്രസെന്റ് ചെയ്യുന്നത് 0+1 എന്നായിരിക്കും. അടുത്തത് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ് സീറോസ് ആൻഡ് വൺസ് ബിഗിനിങ് വിത്ത് 0 ആൻഡ് എൻഡിങ് വിത്ത് 1. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം 0യിൽ നിന്ന് തുടങ്ങണം, പിന്നെ എൻഡ് ചെയ്യുന്നത് 1ൽ നിന്നായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വേണമെങ്കിലും ആകാം, 0 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം, 1 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം. It is represented by 0+1. Then the set of all strings with any number of zeros followed by any number of ones followed by any number of twos. എന്ന് വെച്ചാൽ any number of ones zeros എന്ന് പറയുമ്പോൾ 0 any number of 1 എന്ന് പറയുമ്പോൾ 1 any number of 2 എന്ന് പറയുമ്പോൾ 2 അപ്പോൾ 0+1 0 into 1 into 2 എന്നാണ് തന്നത്. ഇവിടെ റെഗുലർ സെറ്റ് ഓഫ് ലാംഗ്വേജസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് റെഗുലർ എക്സ്പ്രഷൻ. നമുക്ക് റെഗുലർ സെറ്റ് തന്നിരിക്കും, അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ തന്നിരിക്കും, അതിൻ്റെ റെഗുലർ സെറ്റ് എഴുതണം. ഇപ്പോൾ 0+0 എന്ന് വെച്ചാൽ ആദ്യമേ 0 ഉണ്ടായിരിക്കും, പിന്നെ 0ൻ്റെ വെച്ചിട്ടുള്ള സ്ട്രിങ്സ് ആണ്. ഇപ്പോൾ എപ്സിലോൺ വരാം, പിന്നെ 0 വരാം, പിന്നെ 2 0 3 0 അങ്ങനെ വരാം. അതാണ് 0+0. ഇനി 0+1 എന്ന് പറയുന്നത് 0 വെച്ചിട്ടുള്ള സ്ട്രിങ് ആകാം, 1 0യും 1ഉം ആകാം, പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 0, 1 എന്ന് പറയുമ്പോൾ 0, 1 എന്ന് പറയുമ്പോൾ 0, 1 ആയിരിക്കും നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. 0.1 എന്ന് പറയുമ്പോൾ 0, 1 ആയിരിക്കും നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് 0*+1. 0 എന്ന് പറയുമ്പോൾ എന്തുവാ, എപ്സിലോ 0 or more occurrence of zeros എന്ന് പറയുന്നത്. 1 എന്ന് പറയുമ്പോൾ 1 or more 1ൻ്റെ 0 or more occurrence of 1. അപ്പം 0 or more occurrence of zeros, 0 or more occurrence of 1. ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് എപ്സിലോൺ ആണ്, അതുകൊണ്ട് ഒരു വട്ടം എപ്സിലോൺ എഴുതിയാൽ മതി. അടുത്തത് 0.1. 0.1 എന്ന് പറയുന്നത് L is equal to 0, 1. Then 0*1. 0*1. അപ്പം 0 എത്ര വട്ടം വേണമെങ്കിലും ആകാം, 0 എത്ര വട്ടം വേണമെങ്കിലും ആകാം, ഫോളോഡ് ബൈ 1. അപ്പം 0 ആയിട്ടാകുമ്പോൾ എപ്സിലോൺ 1, പിന്നെ 0, 1, പിന്നെ 0, 0, 1, പിന്നെ 0, 0, 1 അങ്ങനെ പോകും. then 0*1. 0*1 എന്ന് പറയുമ്പോൾ ആദ്യമേ എപ്സിലോൺ വരും, പിന്നെ 0 occurrence of 0 എന്ന് പറയുമ്പോൾ 1 വരും, പിന്നെ 0 വരും, പിന്നെ 0, 1 വരും, പിന്നെ 0, 0, 1 വരും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം, 0 എത്ര വേണമെങ്കിലും ആകാം, 1ഉം എത്ര വേണമെങ്കിലും ആകാം. അടുത്തത് 0, 1. അപ്പം 0, 1 വെച്ചിട്ടുള്ള സ്ട്രിങ് ആയിരിക്കണം. അപ്പോൾ 0, 1 ആകാം, പിന്നെ 0, 1, 0, 1, പിന്നെ 0, 1, 0, 1, 0, 1 അങ്ങനെ 0, 1 എന്ന് പറയുന്നത് n number of times ആയിരിക്കും. നെക്സ്റ്റ് 0+1, 1 the whole star. അപ്പം എപ്സിലോൺ ആകാം, 0 ആകാം, 1 ആകാം, 0, 1 ആകാം, 0, 0 ആകാം, 1, 1 ആകാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. എനി സ്ട്രിങ് മെയ്ഡ് അപ്പ് ഓഫ് വൺസ് ആൻഡ് സീറോസ് എന്നാണ് തന്നിരിക്കുന്ന ഗിവൺ സെറ്റ് ഓഫ് റെഗുലർ എക്സ്പ്രഷനെ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ കൺവേർഷൻ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ ടു എപ്സിലോൺ NF. തന്നിരിക്കുന്ന എപ്സിലോൺ NF റെഗുലർ എക്സ്പ്രഷനായി
തന്നിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷനെ എപ്സിലോൺ NFA ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആദ്യമേ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് 0.1 സ്റ്റാർ. ആദ്യമേ സീറോനെ വരയ്ക്കണം. സീറോനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ Q0 ഇന്ന് 0 റീഡ് ചെയ്യുമ്പോൾ Q1 പോകും. ഇതാണ് 0 വെച്ചിട്ടുള്ള സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഇനി 1 സ്റ്റാർ വരയ്ക്കണം. 1 സ്റ്റാർ എന്ന് പറയുന്നത് ആദ്യമേ Q0. അപ്പോൾ ആദ്യമേ 1 സ്റ്റാറിൻ്റെ ആദ്യത്തെ സ്ട്രിങ് എന്ന് പറയുന്നത് എപ്സിലോൺ അല്ലേ. അപ്പം Q0 ഇന്ന് എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ Q1 പോകും. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഇതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത സ്ട്രിങ് ഏതാ? 1 അല്ലേ. 1 റീഡ് ചെയ്യുകയാണെങ്കിൽ Q0 ഇന്ന് 1 റീഡ് ചെയ്യുവാണെങ്കിൽ Q1 പോകും. അടുത്ത സ്ട്രിങ് എന്തുവാ? 1 അല്ലേ. 1 എന്ന് പറയുമ്പം ആദ്യമേ 1, പിന്നെ അടുത്ത 1 റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് പോകണം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് ചുമ്മാ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ ട്രാൻസിഷൻ വരയ്ക്കണം. ഇതാണ് വീണ്ടും. അപ്പോൾ അടുത്ത 1 റീഡ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ Q1 പോകും, ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ അടുത്ത 1 റീഡ് ചെയ്യുമ്പോഴെങ്ങനെ 3 1 വരുമ്പോഴെങ്ങനെ? അപ്പോൾ ആദ്യം 1, പിന്നെ എപ്സിലോൺ ട്രാൻസിഷൻ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു, പിന്നെ 1, പിന്നെ എപ്സിലോൺ ട്രാൻസിഷൻ വെച്ച് Q0 പോകും, പിന്നെ അടുത്ത Q1. അപ്പോൾ ഫൈനൽ NFA എപ്സിലോൺ NFA എങ്ങനെയാണ് വരുന്നത്? Q0 ഇന്ന് 0 റീഡ് ചെയ്യുമ്പം Q1 പോകും. Q1 ഇന്ന് നമുക്ക് ഇത് 0 വരച്ചു. ഇനി 0.1 സ്റ്റാറാണ്. 1 സ്റ്റാർ വരയ്ക്കണമെങ്കിൽ ഈ 1 ഇത് നമ്മൾ ഏറ്റവും അവസാനം വരയ്ക്കണം. അപ്പം Q1 ഇന്ന് എപ്സിലോൺ ട്രാൻസിഷൻ വെച്ചിട്ട് നമ്മൾ Q2 പോകും. Q2 ആണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ Q1 ഇന്ന് 1 റീഡ് അടുത്ത 1 എന്ന് പറയുന്ന സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ Q2 പോകും. ഇനി അടുത്ത 1 റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q1 ഇന്ന് Q2 പോയി വീണ്ടും നമ്മൾ അടുത്ത 1 റീഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയ Q1 പോകും, എപ്സിലോൺ ട്രാൻസിഷൻ വെച്ചിട്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എപ്സിലോൺ NFA എന്ന് പറയുന്നത്. ഇത് 0നെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് 1നെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ എപ്സിലോൺ NFA ഓഫ് 0.1 സ്റ്റാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0+1.01. അപ്പോൾ ആദ്യമേ നമുക്ക് 0+1 വരയ്ക്കണം. ആദ്യമേ നമുക്ക് 0 വരയ്ക്കാം. 0 വരയ്ക്കുന്നത് എങ്ങനെയാണ്? Q0 ഇന്ന് 0 റീഡ് ചെയ്യുമ്പോൾ Q1 പോകും. ഇനി അടുത്തതെന്ന് പറയുന്നത് 0+1. 0+1. അപ്പോൾ +1 ആകുമ്പം 1 റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q2 പോകും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ റിസൾട്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q1 Q2നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എപ്സിലോൺ ട്രാൻസിഷൻ കൊടുക്കും. എന്നിട്ട് Q3 ഇതിൻ്റെ രണ്ടിൻ്റെ ആഡ് ചെയ്ത് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? Q3 സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ Q3 കൊടുത്തേക്കുന്നത്. ഇത് 0+1 ആയതേ ഉള്ളൂ. ഇനി 0.1 എങ്ങനെ വരയ്ക്കുന്നത്? 0.1 എന്ന് പറയുമ്പം Q0 ഇന്ന് 0 റീഡ് ചെയ്യുമ്പം Q1 പോകും. Q1 ഇന്ന് 1 റീഡ് ചെയ്യുമ്പോൾ Q2 പോകും. Q2 ആണ് ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്. 0.1 വരയ്ക്കാൻ എളുപ്പമാണ്. 0 കഴിഞ്ഞിട്ട് 1 വരും. 0+1 ആകുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ സ്റ്റോർ ചെയ്യണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കണം. 0+1.01. അപ്പം ആദ്യമേ Q0 ഇന്ന് നമ്മൾ 0 വരയ്ക്കണം. 0 വരയ്ക്കുമ്പോൾ Q1 പോകും. പിന്നെ 1 വരയ്ക്കുമ്പം Q2 പോകും. ഇനി അടുത്തെന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ Q3 സ്റ്റോർ ചെയ്യണം. ഇവിടെ എപ്സിലോൺ ട്രാൻസിഷൻ, ഇവിടെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് വരയ്ക്കാത്തത് ഇനിയും ഇതിന് കഴിഞ്ഞിട്ട് 0.01 ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് Q3 ഇന്ന് 0 റീഡ് ചെയ്യുമ്പം Q4 പോകും. Q4 ഇന്ന് 1 റീഡ് ചെയ്യുമ്പം Q5 പോകും. ഇനി എന്തെങ്കിലും റീഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ Q5 ആയിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതായിരിക്കും നമ്മുടെ ഫൈനൽ എപ്സിലോൺ NFA എന്ന് പറയുന്നത്. നെക്സ്റ്റ് 0.0+1 സ്റ്റാർ. അപ്പം ആദ്യമേ 0 വരയ്ക്കാം. ആദ്യമേ Q0
Q0യിൽ നിന്ന് 0 റീഡ് ചെയ്യുമ്പോൾ Q1ലോട്ട് പോകും. Q1ൽ നിന്ന് അടുത്ത 0 റീഡ് ചെയ്യുമ്പോൾ Q2ലോട്ട് പോകും. Q2ലോട്ട് പോകും. Q2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ്. ഇനി അടുത്ത 0+1 സ്റ്റാർ വരയ്ക്കണം. അപ്പോൾ ആദ്യമേ 0 പ്ലസ്, അപ്പോൾ Q0+1 ആദ്യമേ വരയ്ക്കാം. 0 റീഡ് ചെയ്യുമ്പോൾ Q1ലോട്ട് പോകും. 1 റീഡ് ചെയ്യുമ്പോൾ Q2ലോട്ട് പോകും. ഇനി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? Q3യിലോട്ട് സ്റ്റോർ ചെയ്യണം. ഇവിടെ എപ്സിലോൺ ട്രാൻസിഷൻ ഉണ്ടേ. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഇനി എന്ന് പറയുന്നത് 0+1 ആണ് ഇത്. ഇനി 0+1 സ്റ്റാർ വരയ്ക്കണം. 0+1 സ്റ്റാർ എന്ന ആദ്യത്തെ സ്ട്രിംഗ് എന്ന് പറയുന്നത് എപ്സിലോൺ അല്ലേ? എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് ഒരു എപ്സിലോൺ ട്രാൻസിഷൻ വരയ്ക്കണം. ഇനി 0 1 0 1 1 1 0 ഇത് വരയ്ക്കണം. ഇത് വരയ്ക്കാനായിട്ട് 0+1 സ്റ്റാർ എന്നല്ലേ? 1 സ്റ്റാർ വരയ്ക്കുമ്പം ആദ്യമേ 0+1 വരും. ഒരു അടുത്ത 0+1 റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q3യിൽ നിന്ന് എപ്സിലോൺ ട്രാൻസിഷൻ വെച്ചിട്ട് Q0യിലോട്ട് പോകും. എന്തിനാന്ന് വെച്ചാൽ അടുത്ത 0+1 റീഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ 0+1 സ്റ്റാർ എന്നല്ലേ? ആദ്യത്തെ ഒരു 0+1 വന്ന് പിന്നെ അടുത്ത 0+1 വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്സിലോൺ ട്രാൻസിഷൻ വീണ്ടും പോകും. അപ്പം നമുക്ക് ഫിഗർ വരയ്ക്കാം. Q0യിൽ നിന്ന് 0 റീഡ് ചെയ്യുമ്പം Q1ലോട്ട് പോകും. Q1ൽ നിന്ന് അടുത്ത 0 റീഡ് ചെയ്യുമ്പം Q2യിലോട്ട് പോകും. Q2യിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? 0+1 സ്റ്റാർ വരയ്ക്കണ്ടേ? Q3 Q4ൽ 0 റീഡ് ചെയ്യുമ്പോൾ Q5ലോട്ട് പോകും. Q4ൽ നിന്ന് 1 റീഡ് ചെയ്യുമ്പോൾ Q6ലോട്ട് പോകും. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? Q7ലോട്ട് സ്റ്റോർ ചെയ്യണം. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എപ്സിലോൺ ഉണ്ട്, ഇവിടെയും ഒരു എപ്സിലോൺ ഉണ്ട്. ഇനി ആദ്യത്തെ എപ്സിലോൺ റീഡ് ചെയ്യാനായിട്ട് Q6ൽ നിന്ന് Q7ലേക്ക് ഒരു എപ്സിലോൺ ട്രാൻസിഷൻ വരയ്ക്കണം. ഇനി അടുത്ത 0+1 റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഈ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് ഒരു എപ്സിലോൺ ട്രാൻസിഷൻ വരും. ഇതാണ് 00.0+1 സ്റ്റാർ എന്ന് പറയുന്നത്. താങ്ക് യു.